പ്രബോധന പ്രചാരണ രംഗത്ത് അത്യധികം സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർ മുഅല്ലിംകളാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നതും അവരായിരുന്നു എന്നത് കഴിഞ്ഞകാല സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സംഘടനാ തലത്തിലുണ്ടായ മാറ്റങ്ങൾ വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. അതൊക്കെ നെഞ്ചൂക്കോടുകൂടെ ഏറ്റെടുത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സത്യമായ ആദർശം നിലനിർത്തുന്നതിന് ശക്തമായി പോരാടിയത് കേരളത്തിലെ മുഅല്ലിം സുഹൃത്തുക്കളായിരുന്നുവെങ്കിൽ ഇന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചാരണ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് അവർ തന്നെയാണുള്ളത് എന്ന് നമുക്കറിയാം. അല്ലാഹു അവർക്ക് അതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, വിശിഷ്യ അതിൽ നേതൃത്വം കൊടുക്കുന്ന മുഅല്ലിംകൾ അടക്കമുള്ള പണ്ഡിതന്മാർ ഒരുപാട് ത്യാഗങ്ങൾ വരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ ജോലി ചെയ്യും, നാളത്തെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഭീതിയോടുകൂടെ വീക്ഷിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. എറണാകുളം സമ്മേളനത്തിന് ശേഷം രാജ്യത്താകമാനം ഉണ്ടായിട്ടുള്ള കലുഷിതമായ അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ പോലും സാധ്യമല്ലാത്ത ഒരവസ്ഥ സുന്നത്ത് ജമാഅത്തിനെയും സ്വന്തം ആത്മാവിനെയും സംരക്ഷിക്കേണ്ട ബാധ്യത മുഅല്ലിംകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവരന്ന് അനുഷ്ഠിച്ചിട്ടുള്ള പല ത്യാഗങ്ങളും നാം ഇപ്പോൾ ഓർക്കുകയാണ്. ആ ചരിത്രത്തിന് ശേഷം കേരളത്തിൽ അത്തരം ഒരു പ്രതിസന്ധി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ നേരിടേണ്ടി വന്നിട്ടില്ല എന്ന വസ്തുത കൂടി നാം പരിഗണിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനും സൗകര്യപ്രദമായി പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു ഭാഗത്ത് മതവിശ്വാസം തന്നെ ഇല്ലാത്തവർ സുന്നത്ത് ജമാഅത്തിന്റെ മുന്നേറ്റം രാജ്യത്ത് എന്തൊക്കെയോ സംഭവിപ്പിക്കുമെന്ന് പേടിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ തന്നെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് തന്നെ പൂർണ്ണമായി അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന ബിദഈ പ്രസ്ഥാനങ്ങൾ ഒരു ഭാഗത്ത് നിലക്കൊള്ളുമ്പോൾ അതിനിടയിൽ മുന്നോട്ടു പോകുന്നത് അല്പം പ്രയാസം നമുക്ക് തോന്നുന്നുവെങ്കിലും അതൊരു രസകരമായ ഒരു പ്രവർത്തനമായി നമുക്ക് അനുഭവപ്പെടാതിരിക്കുകയില്ല. അതുകൊണ്ട് മുഅല്ലിം സുഹൃത്തുക്കൾ, ഇത്രയും വലിയൊരു സംഗമം ഇവിടെ നടക്കുന്നു എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ കാലത്ത് മുതൽക്ക് ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഓൺലൈനിലൂടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായിരുന്നാലും ഈ സന്ദർഭത്തിൽ കേരള യാത്ര എന്ന ഒരു പ്രശ്നം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു മനുഷ്യനും പാർപ്പില്ലാത്ത ഒരു കുന്നിന്റെ മുകളിൽ അതിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ അവിടെ കാണുന്ന ഒരു തോടിൽ കാന്തപുരത്തിന്റെ കേരള യാത്ര എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് കേരളത്തിന്റെ മുക്കുമൂലകളിൽ മുഴുവനും ആ യാത്രയെക്കുറിച്ചുള്ള സന്ദേശം കാണുമ്പോൾ
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അല്ലെങ്കിൽ സമസ്തയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഇത്രയും വലിയൊരു പ്രചാരണം മറ്റൊന്ന് ഒരു രംഗത്തും ഉണ്ടായിട്ടില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് ശത്രുക്കൾക്ക് സഹിക്കാതെ വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അല്പം സന്തോഷിക്കാൻ വകയുണ്ടാകും. ഏതായിരുന്നാലും കേരളത്തിൽ ഇങ്ങനൊരു യാത്ര ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വാസ്തവത്തിൽ കേരളത്തെപ്പറ്റിയോ തന്നെപ്പറ്റിയോ അറിയുകയില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അവരാരും ദിനപത്രങ്ങൾ വായിക്കുകയോ വായിക്കുന്നതെന്താണെന്ന് മനസ്സിലാക്കുകയോ ചെയ്യാത്തവരാണ് എന്ന ഒരു ദുഃഖസത്യം കൂടി നാം ഓർക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ മൃഗമായി രൂപാന്തരപ്പെടും, മൃഗത്തെക്കാൾ അധപ്പതിക്കുമെന്ന് ബൽഹും അള്ളല്ലി എന്ന ഖുർആൻ വാക്യം പഠിപ്പിക്കുന്നുവെങ്കിൽ അനുഭവത്തിൽ കേരളത്തിൽ അത് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മാനവികത ഉണർത്തേണ്ടതുണ്ടോ, അതിനുവേണ്ടി കാന്തപുരം ഒരു യാത്ര നടത്തേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നേരം വെളുത്തിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് നേരം വെളുക്കാൻ പോകുന്നില്ല. പക്ഷേ അവരെ പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മുടെ ബാധ്യത നിർവഹിച്ചതായി റബ്ബിന്റെ മുമ്പിൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയില്ല. നാട്ടിലാകമാനം രോഗം വർദ്ധിക്കുകയും രോഗം വ്യാപകമാവുകയും ചെയ്യുമ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് രോഗികളെല്ലാം വഹിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും നമുക്ക് കഴിയുകയില്ല. ആ ഘട്ടത്തിലാണ് ഡോക്ടർ തന്റെ സേവനം നിർവഹിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരുന്നത്. അതേ അവസ്ഥയാണ് ഇന്നുള്ളത്. ആത്മീയതയ്ക്ക് വലിയ രോഗം ബാധിച്ചിരിക്കുകയാണ്. അതിന് ചികിത്സിക്കുവാൻ നമ്മുടെ അടുത്തേക്ക് ആളെ ക്ഷണിച്ചു വരുത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ആ രോഗബാധിതരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് രോഗത്തിന് ചികിത്സ നടത്താനുള്ള ഒരു വലിയ പരിശ്രമമാണ് കാന്തപുരം ഉസ്താദവറുകൾ നിർവഹിക്കാൻ പോകുന്നത്. അതിന് പൂർണ്ണമായ പിന്തുണ ഇസ്ലാമിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ എല്ലാവരും ചെയ്യണം. അത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെയൊക്കെ പരിസരത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നറിയണമെങ്കിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു വണ്ടിയെടുത്ത് നാം ഇങ്ങനെ റോട്ടിലൂടെയോ വഴിയിലൂടെയോ പോയാൽ കണ്ടുകാണുന്ന കലുങ്കിന്റെ മുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇരിക്കുന്ന യുവാക്കന്മാരുടെ മന്ദീഭവിച്ച മുഖം വിളിച്ചു പറയുന്നത് ശരിയായ ബുദ്ധിയിൽ നിന്ന് അവർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ അവസ്ഥയിൽ അവരെ ഉണർത്തേണ്ടതില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് വല്ലാത്തൊരു അത്ഭുതമാണ്. പക്ഷേ AP ഉസ്താദിനോടുള്ള അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിനോട് മൊത്തത്തിലുള്ള വിരോധം മനുഷ്യർ അന്ധരാക്കി തീർത്തിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എങ്കിലും സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നവർ ഇത്രയും മോശമായൊരവസ്ഥയിലേക്ക് അധപ്പതിക്കാതെ നേർവഴിയിലേക്ക് അവർ വന്നു കിട്ടിയെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ എറണാകുളത്ത് സമ്മേളനം നടന്നതിനു ശേഷം ഉണ്ടാക്കി തീർത്ത പ്രശ്നങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി അറിയുന്നവർക്കറിയാം അതൊക്കെ എന്തായിരുന്നു എന്ന് വിശദീകരിക്കാൻ പോലും ഇന്ന് നമുക്ക് കെൽപ്പില്ല. നിങ്ങൾ ചിന്തിക്കണം. യഥാർത്ഥത്തിൽ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് കാന്തപുരത്തിന്റെ കെണിയിൽപ്പെട്ടതെന്ന്. ഞാനൊരു നല്ല ഹാർട്ട് രോഗിയാണ് എന്ന് നിങ്ങൾക്കറിയാം. മരണത്തിൽ നിന്ന് സലാമത്തായ അത്രയും വലിയ ഒരു ഹാർട്ട് രോഗിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ ചില യോഗത്തിൽ വരുന്നതിന് കാരണം ചിലരൊക്കെ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട്, അയാളും ഇതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നൊരു പക്ഷെ പറഞ്ഞേക്കാം. അപ്പോ ഞാൻ പിന്മാറുക എന്ന് പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം എല്ലാറ്റിന്റെയും ആദ്യം മുതൽക്ക് അവസാനം വരെ എനിക്കറിയാം. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തന്നെ AK അബൂബക്കർ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങി AK ഹസൻ മുസ്ലിയാർ തുടങ്ങി എല്ലാ മഹാന്മാരുടെയും സ്റ്റേജിൽ ഞാൻ കയറിയിട്ടുമുണ്ട്, പ്രസംഗിച്ചിട്ടുമുണ്ട്.
അപ്പൊ എനിക്ക് സുന്നത്ത് ജമാഅത്തും അതുപോലെ തന്നെ നമ്മുടെ സമസ്തയൊക്കെ എന്താണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാന് മുമ്പ് കാലത്തെ നിന്നിരുന്ന വഴിയിലാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷെ അത് കാരന്തപുരത്തിന്റെ വഴിയിലായി എന്നത് എന്റെ കുറ്റത്തിൽപ്പെട്ടതല്ല, മറ്റുള്ളവർ ചിന്തിച്ചു പോയതിൽ നിന്ന് ഉണ്ടായ ബന്ധമാണ്. അതായത് എത്രയോ മോശമായ ചിന്തയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഞാനൊക്കെ ഈ രംഗത്ത് ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന ഒരവസ്ഥയിലെത്തിയത് തന്നെ ഈ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും തുടക്കം മുസ്തഫൽ ഫൈസിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. മുസ്തഫൽ ഫൈസി പുറത്ത് നിർത്തിയപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേജിൽ നിരന്തരം പ്രസംഗിച്ചിരുന്ന ആളാണ് ഞാൻ. അങ്ങനെയാണ് അബു ഹനീഫൽ ഫൈസി, റഹ്മാൻ ഫൈസി, ഇങ്ങനെ അബ്ദുൽ മുസ്ലിയാര്, ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ മുസ്തഫൽ ഫൈസിക്ക് എറണാകുളത്ത് ഞാനൊരു സ്വീകരണം സംഘടിപ്പിച്ചു. ആ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള ചിലർ എന്റെ ശത്രുക്കളായി മാറിയത്. ആ ശത്രുതയാണ് എറണാകുളം സമ്മേളനം നടക്കാതിരിക്കണം എന്ന നിർബന്ധത്തിലേക്ക് അവരെ കൊണ്ടുപോയത്. വസ്തുത അങ്ങനെയാണ്, സത്യം. ഞാൻ യഥാർത്ഥത്തിൽ അവിടെ എറണാകുളം സമ്മേളനത്തിന്റെ അതിന്റെ കൺവീനറായി ചെയർമാനായി തെരഞ്ഞെടുക്കാൻ ഞാൻ ആ യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനില്ലാത്തൊരു സാഹചര്യത്തിലാണ് എന്നെ തെരഞ്ഞെടുത്തത്. പക്ഷെ ഞാനത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അത് വലിയൊരു വിരോധമായി. ആ വിരോധം വെച്ചുകൊണ്ടാണ് പിന്നീട് പ്രവർത്തനങ്ങൾ നീങ്ങിയത്. അത് അവസാനം ആ സമ്മേളനം നടക്കാൻ പാടില്ല എന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾക്കും ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ആൾക്കാർക്കും താല്പര്യമുള്ളത് കൊണ്ട് മാത്രം സംഭവിച്ചു പോയതാണ്. ആ വിഷയത്തിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഒരു നിലക്കും കുറ്റക്കാരനാണ് എന്ന് നാം പറയാൻ പാടില്ല. കാരണം അദ്ദേഹം നേർക്കുനേരെ എന്നോട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങളെ പറ്റിയൊക്കെ. അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി അത് എന്താണ്, ആ വ്യക്തി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിന്നു എന്നതാണ് നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ പിന്നീട് ഉണ്ടാക്കി തീർത്തിട്ടുള്ളത് എന്ന വസ്തുത നാം കണക്കിലെടുക്കുമ്പോൾ അവരൊക്കെ പിന്നെ എവിടെ പോയി എന്ന് തെരഞ്ഞു നോക്കിയിട്ട് കാണുന്നുമില്ല. അപ്പൊ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാന്തപുരം ഉസ്താദിന്റെ കൂടെ നിന്നത്, കാന്തപുരം ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തെ 100% മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ആ നിലയിൽ കാന്തപുരം ഉസ്താദ് ശരിക്കും പ്രവർത്തിക്കുകയും ആ പ്രവർത്തനം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅല്ലിമീങ്ങളുടെ സേവനമാണ് ഈ രംഗത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഞാന് സമസ്തയുടെ മുഫത്തിഷായി സേവനം ദക്ഷിണ കേരളത്തിൽ സമസ്തയുടെ ഒരു മുഫത്തിഷായാണ് ഞാൻ സേവനം തുടങ്ങിയത്. തിരുവനന്തപുരം മുതൽ ആലുവ വരെയുള്ള ദക്ഷിണ കേരളത്തിലെ മുഴുവൻ മദ്രസകളും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മിക്ക മദ്രസകളും ഞാൻ പ്രസംഗിച്ചിട്ട് അംഗീകാരം വാങ്ങിയ ഒരുപാട് മദ്രസകളും ആ കാലത്തുണ്ട്. പക്ഷേ അന്നൊക്കെ നമുക്കറിയാം സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കണമെന്ന് പ്രത്യേകം വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് മുഅല്ലിമീങ്ങൾക്കാണ്. അവരാണ് ഓരോ മഹല്ലുകളിലും SYSന്റെ സംഘടന രൂപീകരിക്കുന്നതിനും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കെതിരായിട്ടുള്ള പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ മുൻകൈയെടുത്തിരുന്നത്. ഇന്നും അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ രംഗത്തുള്ളത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ വലിയ ത്യാഗമാണ് അവർ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, അവരുടെയാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശ കർമ്മ പദ്ധതി കേരളത്തിൽ പ്രധാനമായും നിലനിന്നു വരുന്നത്. അത് നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് നമ്മുടെ മുഅല്ലിമീങ്ങൾക്കൊക്കെ അല്ലാഹു തആല എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മുഅല്ലിമീങ്ങളൊക്കെ സാമ്പത്തികമായി വളരെ പിന്നോട്ട് നിൽക്കുന്നവരായിട്ടും 1500, 2000, 3000 ഒക്കെയാണ് വാസ്തവത്തിൽ ശമ്പളം. പക്ഷെ വലിയ വലിയ ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക്
ആൾക്കാർ ധരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വസ്ത്രം അവർ ധരിക്കുന്നുണ്ട്, മെച്ചപ്പെട്ട മാന്യത പുലർത്തുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ സുബഹി നമസ്കാരം ഖളാ ആക്കാതെ നമസ്കരിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം മാത്രം മതി നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ. അല്ലാഹു അങ്ങനെ രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. കേരള യാത്ര ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അത് യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തായി SSF മുൻ പ്രസിഡന്റ് ജൈനുലാബിയൻ അവർ രണ്ടു വാക്ക് സംസാരിക്കും. ആശംസ മാത്രമേ പറയൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمدلله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ സാദാത്യങ്ങൾ, ഈ മഹത്തായ വേദിയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന പണ്ഡിത മഹത്തുക്കൾ, സർവോപരി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തുന്ന കേരള യാത്രയെ എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കുന്നതിനു വേണ്ടി അരയും തലയും മുറുക്കി കർമ്മശേഷി മുഴുവൻ ഉപയോഗപ്പെടുത്തി ആ യാത്ര ഒരു ചരിത്രമാക്കി മാറ്റുന്നതിനു വേണ്ടി ഒരുങ്ങിയ എന്റെ പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിക പ്രബോധന വേദിയിൽ പുതിയ ചരിത്രം കുറിക്കുന്ന ഒരു മഹത്തായ ദൗത്യത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഒരുമിച്ച് കൂടലാണ് നമ്മുടെ ഈ കൂട്ടായ്മ. അല്ലാഹു എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ കൂട്ടായ്മ, ഈ സംഗമം, ഈ സഭ, ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എളിയ കൂട്ടായ്മയുടെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ എളിയ മജ്ലിസുടെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ എളിയ കർമ്മങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ വിട്ടുപിരിഞ്ഞ മുഴുവൻ ആളുകളുടെയും അവസാനത്തെ മജ്ലിസ് നാളെ അവന്റെ സ്വർഗത്തിലാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളം എല്ലാ അർത്ഥത്തിലും സുന്നി സംഘകുടുംബം നടത്തുന്ന കേരള യാത്ര വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. കേവലം കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറു വിഭാഗങ്ങളോട്